വ്യാസോത്പത്തി എന്ന് പറയുന്ന പ്രത്യേകമായ കഥയുടെ ഒരു ഘട്ടത്തിലേക്ക് നാം എത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് കഥ. പക്ഷേ ആ കഥയിൽ പൊതുവേ മഹാഭാരതത്തിൻ്റെ വായനക്കാർ, മഹാഭാരതത്തിൻ്റെ വിമർശകന്മാർ, നിരൂപകന്മാർ, ആസ്വാദകന്മാർ, മഹാഭാരതത്തിൽ നിന്ന് സോഷ്യോളജി ഉണ്ടാക്കിയെടുക്കുന്നവർ, ഫിലോസഫി ഉണ്ടാക്കിയെടുക്കുന്നവർ, മഹാഭാരതത്തിൽ നിത്യപര്യടനത്തിന് ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരൊക്കെ പരാശര മഹർഷി ഒരു അന്യായം കാണിച്ചു, സന്യാസവൃത്തിക്ക് യോജിക്കാത്ത ഒരു പ്രവൃത്തി ചെയ്തു എന്ന നിലയിലാണ് ആ ഭാഗത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളതും. വെളുപ്പിനെ തപസ്സിൽ നിന്ന് ഉണർന്നിട്ട് വെളുപ്പിനെ പരാശര മഹർഷി, പരാശരൻ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, അസ്ട്രോണമിയിലെ പല പ്രാഥമിക തത്വങ്ങളും അതിനുശേഷം അതിൻ്റെ ഉപരിതത്വങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് പരാശരൻ. ആ കൃതിയുടെ പേര് പരാശര ഹോര എന്നതാണ്. ഹോര എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രം എന്ന അർത്ഥത്തിൽ ആദ്യകാലത്ത് നമ്മുടെ സംസ്കാരത്തിൽ ആദ്യകാലത്ത് പ്രയോഗിച്ചിരുന്ന പദമാണ് ഹോര. അതുകൊണ്ട് ഹോരാശാസ്ത്രം, പരാശരൻ്റെ ഹോരയുണ്ട്, സുബ്രഹ്മണ്യൻ്റെ ഹോരയുണ്ട്, സത്യാചാര്യൻ എന്ന് പറയുന്ന ഒരാചാര്യൻ്റെ എന്നു പേരുള്ള ഒരാചാര്യൻ്റെ ഹോരയുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ഹോരയുണ്ട്, വരാഹമിഹിരൻ്റെ ഹോരയുണ്ട്. വരാഹമിഹിരൻ്റെ ഹോരയാണ് ഇപ്പോൾ ഗണിതത്തിന് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുമുള്ള ജ്യോത്സ്യന്മാരൊക്കെ പ്രമാണമാക്കി അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പരാശര, ഈ ഹോര ശബ്ദം എന്നത്, ഹോര എന്നതിൻ്റെ അർത്ഥം 2.5 നാഴിക എന്നാണ്. 2.5 നാഴിക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. 24 മണിക്കൂറിന് 60 നാഴിക, 60 നാഴിക കൊണ്ട് ഒരു ദിവസം തീരും. അങ്ങനെ 2.5 നാഴികയാണ് 1 മണിക്കൂർ, 60 നാഴിക ഒരു ദിവസം. അപ്പോൾ 2.5 നാഴികയെ ആസ്പദമാക്കി പ്രപഞ്ചത്തിലെ ഗോളങ്ങളുടെ ചലനം ഏത് പ്രകാരത്തിൽ ജീവരാശികളെ ബാധിക്കും എന്ന് ശാസ്ത്രീയമായി ആലോചിക്കുന്ന അത്യന്തം യുക്തിപൂർവമായ ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിഷം. ജ്യോതിശാസ്ത്രം എന്ന അർത്ഥത്തിൽ തന്നെയാണ് പണ്ട് ജ്യോതിഷം എന്ന് പ്രയോഗിച്ചിരുന്നത്. ഇപ്പോൾ ജ്യോതിശാസ്ത്രം വേറെ, ജ്യോതിഷം വേറെ എന്ന് ആധുനികന്മാർ സങ്കല്പിക്കുന്നുണ്ടെങ്കിലും ആ സങ്കല്പത്തിന് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിസുകളെ സംബന്ധിക്കുന്നത് ജ്യോതിസുകളുടെ പഠനമാണ്. അതുകൊണ്ട് അത് ജ്യോതിശാസ്ത്രമാണ്. രണ്ടുപേര് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അന്ന്. ഈ ജ്യോതിശാസ്ത്രം എന്നുള്ള വാക്ക് അന്ന് അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ. അന്നത്തെ സയൻസിൽ അസ്ട്രോണമിയും അസ്ട്രോളജിയും എന്ന് പറയുന്നതിന് രണ്ടിനും കൂടി ഒരൊറ്റ വാക്കായിരുന്നു ഭാരതത്തിലെ ജ്യോതിഷം. ഇത് വേദാംഗങ്ങളിൽ ഒന്നാണ്, 6 ശാസ്ത്രങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ യജ്ഞത്തിനുള്ള ശുഭസമയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. വാസ്തുവിദ്യ ഉണ്ടാകുന്നതും യജ്ഞവേദി കെട്ടുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ശുഭസമയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ജ്യോതിഷത്തെ ഉപയോഗിച്ചിരുന്നത്. ഹോര എന്ന അതേ ശബ്ദം തന്നെയാണ് HOUR അവർ എന്ന ഇംഗ്ലീഷ് ശബ്ദത്തിലിരിക്കുന്നു. ഈ ഹോര എന്നുള്ള ശബ്ദം തന്നെയാണ്. അത് ഇംഗ്ലീഷുകാർക്ക് കിട്ടിയത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന്, ഹൗറ എന്ന് ഉച്ചരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലെ ഹൗറ എന്ന പദത്തിൽ നിന്നാണ്. 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വ്യാപനമുണ്ടായപ്പോൾ അത് റോമിലേക്ക് വരുന്നു. റോമിൽ നിന്ന്, അല്ലെങ്കിൽ ഇറ്റാലിയൻ സംസ്കാരത്തിൻ്റെ വ്യാപനം 14ാം നൂറ്റാണ്ടിലെ നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പിലാകെ ബാധിക്കുമ്പോഴാണ് ഇംഗ്ലീഷുകാർക്ക് ഈ അവർ എന്ന പദം കിട്ടുന്നത്. 1 മണിക്കൂർ എത്രയാണ്? 2.5 നാഴികയാണ്. അപ്പോൾ സങ്കല്പത്തിൽ ഒരു വ്യത്യാസവുമില്ല.